PSC പരീക്ഷകളിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ചധികം ഫാക്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കാം. ഇരയിമ്മൻ തമ്പി നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ് ഇരയിമ്മൻ തമ്പി? മലയാളത്തിലെ ഒരു ആദ്യകാല സാഹിത്യകാരനാണ്. അപ്പോൾ ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാൾ, നമ്മൾ തിരുവിതാംകൂറിലെ സ്വാതി തിരുനാളിന്റെ സമകാലികനായിരുന്ന സാഹിത്യകാരനാണ് ഇരയിമ്മൻ തമ്പി. അപ്പോൾ ഇരയിമ്മൻ തമ്പി രചിച്ച ഫേമസ് ആയിട്ടുള്ള കവിതയാണ് ഓമനത്തിങ്കൾ കിടാവോ. നമുക്കറിയാം ഓമനത്തിങ്കൾ കിടാവോ എന്ന കവിത രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. അതുപോലെ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട്. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം തുടങ്ങിയ ആട്ടക്കഥകളൊക്കെ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. അതുപോലെ ധാരാളം കീർത്തനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കീർത്തനങ്ങൾ നമുക്ക് നോക്കാം. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന് തുടങ്ങുന്ന കീർത്തനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന് തുടങ്ങുന്ന കീർത്തനം രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അതുപോലെ മറ്റൊരു കീർത്തനമുണ്ട്, പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ രസത്തെ എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമുണ്ട്. അത് രചിച്ചതും ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ നമ്മൾ ഇരയിമ്മൻ തമ്പിയുടെ കീർത്തനം പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തേത് ഏതാണ്? കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. അതുപോലെ പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ രസത്തെ എന്ന് തുടങ്ങുന്ന കീർത്തനം രചിച്ചതും ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ ഇരയിമ്മൻ തമ്പിയുടെ ജീവിതകാലം എന്ന് പറയുന്നത് 1782 1856 ഇടയിലുള്ളൊരു കാലമാണ് ഇരയിമ്മൻ തമ്പി ജീവിച്ചിരുന്നത്. ഇരയിമ്മൻ തമ്പിയുടെ ഒരു മകളുണ്ട്, പ്രശസ്തയായ ഒരു മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി. ഇപ്പോൾ കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ്? ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അടുത്ത ആരാണ്? രാജാ രവിവർമ്മ. നമ്മൾ കേട്ടിട്ടുണ്ട് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനാണ്. അപ്പോൾ രാജാ രവിവർമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി നോവൽ രചിച്ച മറാത്തി നോവലിസ്റ്റാണ് രഞ്ജിത്ത് ദേശായി. അപ്പോൾ രാജാ രവിവർമ്മയുടെ ജീവിതം ആസ്പദമാക്കി നോവൽ രചിച്ച മറാത്തി നോവലിസ്റ്റാണ് രഞ്ജിത്ത് ദേശായി. അതുപോലെ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ രവിവർമ്മയാണ്. അപ്പോൾ രാജാ രവിവർമ്മയാണ് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന ഒരു ജീവചരിത്രം രചിച്ചത് PN നാരായണപിള്ളയാണ്. അപ്പോൾ രാജാ രവിവർമ്മയെ കുറിച്ച് PN നാരായണപിള്ള രചിച്ച ഒരു ജീവചരിത്രമാണ് ഏത്? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന ജീവചരിത്രം രചിച്ചത് PN നാരായണപിള്ളയാണ്. ഇനി അതുപോലെ രാജാ രവിവർമ്മയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ഒരു സിനിമയുണ്ട്, മലയാളത്തിലെ സിനിമയാണ് മകരമഞ്ഞ്. അത് സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. അപ്പോൾ രാജാ രവിവർമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി മകരമഞ്ഞ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഇനി 1904 നമ്മുടെ രവിവർമ്മയ്ക്ക് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും രവിവർമ്മയ്ക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം ഏതാണ്? 1904. അതുപോലെ നമ്മുടെ രാജാ രവിവർമ്മയ്ക്ക് പാശ്ചാത്യ ചിത്രകല അഭ്യസിപ്പിച്ചത് തിയോഡർ ജെൻസൺ എന്ന പാശ്ചാത്യകാരനാണ്. അപ്പോൾ തിയോഡർ ജെൻസൺ എന്ന പാശ്ചാത്യ ചിത്രകാരനിൽ നിന്നാണ് നമ്മുടെ രവിവർമ്മ പാശ്ചാത്യ ചിത്രകലയൊക്കെ പഠിച്ചത്. പിന്നെ അതുപോലെ രാജാ രവിവർമ്മ പുരസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് 2001. അപ്പോൾ ആദ്യത്തെ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാരാണ്? KG സുബ്രഹ്മണ്യൻ. അപ്പോൾ 2001 ആദ്യത്തെ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാണ് KG സുബ്രഹ്മണ്യൻ. KG സുബ്രഹ്മണ്യൻ. ഇനി നോക്കാം അവകാശികൾ. ഈ അവകാശികൾ എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലാണ്. അപ്പോൾ ഈ അവകാശികൾ, ഈ നോവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ്. ഏതാണ്ട് 4 ഭാഗങ്ങളിലായി 4000-ഓളം പേജുകളുള്ള ഒരു നോവലാണ് അവകാശികൾ. ഏറ്റവും വലിയ മലയാളത്തിലെ നോവലാണ്. ഈ നോവൽ എഴുതിയതാരാണ്? MK മേനോൻ. MK മേനോനാണ് ഈ അവകാശികൾ എന്ന നോവൽ എഴുതിയത്. അപ്പോൾ MK മേനോൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് MK മേനോൻ.
അതുപോലെ 1980 ഈ നോവൽ അവകാശികൾ എന്ന ഈ നോവൽ പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മലേഷ്യയിലെ കോലാലംപൂരാണ്. മലേഷ്യയിലെ കോലാലംപൂർ പശ്ചാത്തലമാക്കിയാണ് MK മേനോൻ അഥവാ വിലാസിനി അവകാശികൾ എന്ന നോവൽ രചിച്ചത്. അപ്പോൾ ഇതിൽ 2 സാങ്കല്പിക നഗരങ്ങൾ ഈ നോവലിൽ പറയുന്നുണ്ട്. ഏതാണ്? തഞ്ചോൺഗ്, ബസാർ എന്നീ 2 സാങ്കല്പിക നഗരങ്ങൾ അവകാശികൾ എന്ന നോവലിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വേലുണ്ണിക്കുറുപ്പ്, അതുപോലെ കൃഷ്ണനുണ്ണി. അപ്പോൾ വേലുണ്ണിക്കുറുപ്പ്, കൃഷ്ണനുണ്ണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന മലയാളത്തിൽ നോവൽ ഏതാണെന്ന് ചോദിക്കാം. അത് അവകാശികളാണ്. കഥാപാത്രങ്ങളുടെ പേര് മറന്നുപോയത്. വേലുണ്ണിക്കുറുപ്പ്, കൃഷ്ണനുണ്ണി. അപ്പോൾ വേലുണ്ണിക്കുറുപ്പ്, കൃഷ്ണനുണ്ണി എന്നിവരാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ 1981 ഏത് വർഷം? 1981 ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1981 ഈ അവകാശികൾ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അതുപോലെ ഇന്നലത്തെ മഴ, ഇത് ഒരു മലയാളത്തിലെ ഒരു നോവലാണ്. ഇന്നലത്തെ മഴ ഈ നോവൽ രചിച്ചത് N മോഹനനാണ്. അപ്പോൾ ഈ നോവലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പറയിപെറ്റ പന്തിരുകുലത്തെ അടിസ്ഥാനമാക്കി രചിച്ച നോവലാണ് ഇന്നലത്തെ മഴ. അപ്പോൾ ചോദിക്കാം, പറയിപെറ്റ പന്തിരുകുലത്തെ ആധാരമാക്കി ഇന്നലത്തെ മഴ എന്ന നോവൽ രചിച്ച മലയാളത്തിലെ സാഹിത്യകാരൻ ആരാണ്? N മോഹനൻ. N മോഹനൻ. അതുപോലെ മറ്റൊരു നോവലുണ്ട്, ധർമ്മപുരാണം. ഈ നോവൽ രചിച്ചത് OV വിജയനാണ്. അപ്പോൾ ധർമ്മപുരാണം എന്ന നോവൽ രചിച്ചതാരാണ്? OV വിജയൻ. ധർമ്മപുരാണം എന്ന നോവൽ രചിച്ചത് OV വിജയനാണ്. അപ്പോൾ ഈ ധർമ്മപുരാണം എന്ന നോവലിൽ ഒരു സാങ്കല്പിക നഗരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ നഗരമാണ് ധർമ്മപുരി. അപ്പോൾ ധർമ്മപുരി എന്ന സാങ്കല്പിക നഗരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന OV വിജയന്റെ നോവലാണ് ധർമ്മപുരാണം. അപ്പോൾ ഈ നോവലിൽ ഈ സാങ്കല്പിക നഗരത്തിൽ അഥവാ ധർമ്മപുരിയിലെ നിഷ്ഠുര ഭരണത്തെക്കുറിച്ചൊക്കെയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നോവലിന്റെ പേര് മറന്നുപോകരുത്. ധർമ്മപുരാണം. എഴുതിയത് OV വിജയനാണ്. OV വിജയൻ. ഇനി നോക്കാം, നമ്മുടെ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, തച്ചന്റെ മകൻ. അപ്പോൾ ഈ കവിത ആര് എഴുതിയതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. തച്ചന്റെ മകൻ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളിയാണ്. തച്ചന്റെ മകൻ കവിത രചിച്ചത് വൈലോപ്പിള്ളിയാണ്. തച്ചന്റെ മകൻ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളിയാണ്. അതുപോലെ ഒരു ഖണ്ഡകാവ്യം നോക്കാം, ചൈത്രപ്രഭാവം. ചൈത്രപ്രഭാവം എന്ന ഖണ്ഡകാവ്യം രചിച്ചത് ഉള്ളൂരാണ്. എന്താണ് ഈ കാവ്യത്തിന്റെ പ്രത്യേകത? ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടല്ലോ, നമ്മുടെ ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഈ വിളംബരം നമ്മുടെ രാജാവ് പുറപ്പെടുവിച്ചപ്പോൾ രാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യമാണ് ചൈത്രപ്രഭാവം. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ചിത്തിര തിരുനാൾ രാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച ഖണ്ഡകാവ്യമാണ് ചൈത്രപ്രഭാവം. ചൈത്രപ്രഭാവം. ഇനി നോക്കാം, നമുക്ക് വേറൊരു സാഹിത്യകാരനെ നോക്കാം, UA ഖാദർ. നമ്മൾ കേട്ടിട്ടുണ്ട്. UA ഖാദർ മലയാളത്തിലെ സാഹിത്യകാരനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചത് മ്യാൻമറിലാണ്. അപ്പോൾ മ്യാൻമറിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് UA ഖാദർ. മ്യാൻമറിൽ രചിച്ച മലയാള സാഹിത്യകാരനാണ് UA ഖാദർ. അപ്പോൾ UA ഖാദറിന്റെ പ്രശസ്തമായ കൃതികളാണ് തൃക്കോട്ടൂർ പെരുമ, അഘോര ശിവം, അതുപോലെ തൃക്കോട്ടൂർ കഥകൾ. UA ഖാദറിന്റെ പ്രസിദ്ധമായ കൃതികളാണ് തൃക്കോട്ടൂർ പെരുമ, അഘോര ശിവം, തൃക്കോട്ടൂർ കഥകൾ. അപ്പോൾ ഈ കൃതികൾ നമ്മൾ മറന്നു പോകരുത്. 3 പ്രധാനപ്പെട്ട കൃതികളുണ്ട്: തൃക്കോട്ടൂർ പെരുമ, അഘോര ശിവം, തൃക്കോട്ടൂർ കഥകൾ. ഇനി വേറൊരു ഭാഗം നോക്കാം, എ ടെയിൽ ഓഫ് 2 സിറ്റീസ്. ഇതൊരു നോവലാണ്. അപ്പോൾ ഈ നോവൽ രചിച്ചത്, എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന നോവൽ രചിച്ചത് ആരാണ്? ചാൾസ് ഡിക്കൻസ്. എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. 1859 ഈ നോവൽ പുറത്തിറങ്ങുന്നത്. 1859 എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻ ആണ്. ബ്രിട്ടീഷുകാരനാണ്. 1859 നോവൽ പുറത്തിറങ്ങി. അപ്പോൾ ഈ നോവൽ, ഈ 2 സിറ്റീസ് എന്ന് പറയുന്നത് ആ 2 നഗരങ്ങൾ ഏതൊക്കെയാണ്? ലണ്ടനും പാരീസുമാണ്. എ ടെയിൽ ഓഫ് 2 സിറ്റീസിൽ പ്രതിപാദിക്കുന്ന 2 നഗരങ്ങൾ ഏതാണെന്ന് ചോദിക്കാം. ലണ്ടൻ, അതുപോലെ പാരീസ്.
അപ്പൊ ഈ നോവലിന്റെ പശ്ചാത്തലം ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഫ്രഞ്ച് വിപ്ലവത്തെ പശ്ചാത്തലമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇനി നോക്കാം, യുദ്ധവും സമാധാനവും. ഇത് മറ്റൊരു നോവലാണ്, യുദ്ധവും സമാധാനവും. അപ്പോൾ ഈ നോവൽ രചിച്ചത് ടോൾസ്റ്റോയി ആണ്. വാർ ആൻഡ് പീസ് എന്ന് പറയും. യുദ്ധവും സമാധാനവും അല്ലെങ്കിൽ വാർ ആൻഡ് പീസ് എന്ന നോവൽ രചിച്ചത് ടോൾസ്റ്റോയി ആണ്. അപ്പോൾ ഈ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണമാണ്. നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണത്തെ അടിസ്ഥാനമാക്കി ടോൾസ്റ്റോയ് രചിച്ച കൃതിയാണ് യുദ്ധവും സമാധാനവും. യുദ്ധവും സമാധാനവും. ഇനി ഐതിഹ്യമാല നമ്മൾ കേട്ടിട്ടുണ്ട്. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. മലയാളത്തിലെ കഥാ സരിത് സാഗരം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഐതിഹ്യമാല. മലയാളത്തിലെ കഥാ സരിത് സാഗരം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഐതിഹ്യമാല. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഇനി അതുപോലെ മറ്റൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കാവ്യമാണ് മയൂര സന്ദേശം. മയൂര സന്ദേശം രചിച്ചതാരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച കൃതിയാണ് മയൂര സന്ദേശം. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച കൃതിയാണ് മയൂര സന്ദേശം. ഇനി നോക്കാം, മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് ഹരിപ്പാട്. മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്ന് ചോദിക്കാം. അത് ഹരിപ്പാടാണ്. മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് ഹരിപ്പാട്. ഈ കൃതി മയൂര സന്ദേശം എന്ന കൃതി, ഈ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ. പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ മയൂര സന്ദേശത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഉള്ളൂരാണ്. ഉള്ളൂരാണ് മയൂര സന്ദേശം എന്ന കൃതിയെ പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ ഉള്ളൂരിന്റെ ഒരു കൃതിയുണ്ട് ചിത്രശാല. ചിത്രശാല എന്ന കൃതി രചിച്ചത് ഉള്ളൂരാണ്. ഈ കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാരത സ്ത്രീകളുടെ മഹത്വത്തെ പ്രതിപാദിക്കുന്ന കൃതിയാണ്. അപ്പോൾ ചോദിക്കാം, ഭാരത സ്ത്രീകളുടെ മഹത്വത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച കൃതി ഏത്? ചിത്രശാല. ഭാരത സ്ത്രീകളുടെ മഹത്വത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച കൃതിയാണ് ചിത്രശാല. ഇനി കുറച്ച് പുരസ്കാരങ്ങളാണ്, നോക്കാം. ബാല്യകാല സഖി പുരസ്കാരം. ബാല്യകാല സഖി പുരസ്കാരത്തിന് ആദ്യമായി അർഹനായത് ചെമ്മനം ചാക്കോ. അപ്പോൾ ആരാണ് ബാല്യകാല സഖി പുരസ്കാരത്തിന് ആദ്യമായിട്ട് അർഹനായത്? ചെമ്മനം ചാക്കോയാണ്. ചെമ്മനം ചാക്കോയ്ക്കാണ് ആദ്യത്തെ ബാല്യകാല സഖി പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ വയലാർ അവാർഡ്. വയലാർ അവാർഡ് മലയാളത്തിലെ പ്രശസ്തമായ ഒരു അവാർഡാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് മലയാളത്തിലെ മറ്റൊരു പ്രശസ്തമായ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. 1969 1969 ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ലഭിക്കുന്നത്. അപ്പോൾ ഏത് കൃതി? തുളസീദാസ രാമായണം വിവർത്തനം ചെയ്തതിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് തുളസീദാസ രാമായണത്തിന്റെ വിവർത്തനത്തിനാണ് 1969. അതുപോലെ വള്ളത്തോൾ അവാർഡ്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവാണ് പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ്. അദ്ദേഹത്തിന് വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് 1991. അപ്പോൾ ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് പുരസ്കാരം കൊടുക്കുന്നത് 1991. ആദ്യത്തെ ജേതാവ് വള്ളത്തോളാണ്. ആദ്യത്തെ ജേതാവ് പാല നാരായണൻ നായരാണ്. വള്ളത്തോൾ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് പാല നാരായണൻ നായർക്കാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്
1958 കൊടുക്കുന്നത്. ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത് 1958 ആദ്യത്തെ ജേതാവ് ഉറൂബാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യം ലഭിക്കുന്നത് ഉറൂബിനാണ്. ഉറൂബിന്റെ ഏത് കൃതിയാണ്? ഉമ്മാച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ കൃതി ഉമ്മാച്ചുവാണ്. ഉറൂബിനാണ് 1958 ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഇനി അറബി വാക്കിൽ ഉറൂബ് എന്നാൽ അറബി വാക്കിൽ അതിന്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ എന്നാണ്. ഇപ്പോൾ ഉറൂബ് എന്ന വാക്കിന്റെ അർത്ഥം, അറബിയിൽ ഉറൂബ് എന്ന വാക്കിന്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ എന്ന അർത്ഥമാണ് ഉറൂബിന്റെ പേരിനുള്ളത്. അതുപോലെ മറ്റൊരു കൃതിയുണ്ട്, സുന്ദരികളും സുന്ദരന്മാരും. ഇതും ഉറൂബിന്റെ കൃതി തന്നെയാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് രചിച്ച കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. അപ്പോൾ ഇതില് 3 തലമുറകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിൽ 3 തലമുറകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഉറൂബിന്റെ തന്നെ മറ്റു നോവലുകൾ നോക്കാം. ആമിന, കുഞ്ഞമ്മയും കൂട്ടുകാരും, അതുപോലെ മിണ്ടാപ്പെണ്ണ്, ചുഴിക്കു പിൻപേ ചുഴി, അണിയറ, കരുവേലക്കുന്ന്. ആമിന, കുഞ്ഞമ്മയും കൂട്ടുകാരും, മിണ്ടാപ്പെണ്ണ്, ചുഴിക്കു പിൻപേ ചുഴി, അണിയറ, കരുവേലക്കുന്ന്. ഈ കൃതികളെല്ലാം ഉറൂബിന്റെയാണ്. ഉറൂബിന്റെ മറ്റു കൃതികൾ നോക്കണം. ആമിന, കുഞ്ഞമ്മയും കൂട്ടുകാരും, മിണ്ടാപ്പെണ്ണ്, ചുഴിക്കു പിൻപേ ചുഴി, അണിയറ, കരുവേലക്കുന്ന്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.